Hi friends, വെൽക്കം ടു വി ക്രിയേറ്റീവ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. എന്താന്ന് വെച്ചാൽ എൻ്റെ ചെറിയ മോള് LKG പോയി തുടങ്ങി. മുന്നേന്ന് പറഞ്ഞാൽ അവൾ പ്ലേ സ്കൂളിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ യൂണിഫോം ഇല്ല, ടൈമിംഗ് കുറച്ചേ ഉണ്ടായുള്ളൂ. അപ്പം ഇന്ന് തൊട്ട് അവളുടെ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതിൻ്റെ ഗെറ്റ് റെഡിയും പിന്നെ അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോയതെന്നും സ്കൂളും പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അവളെ ഒന്ന് വിഷ് ചെയ്താൽ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇവരുടെ യൂണിഫോം. എയർഫോഴ്സ് സ്കൂളിൻ്റെ യൂണിഫോം ഇങ്ങനെയാണ്. ടൈ ഉണ്ട്, സോക്സ് ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം വിളിക്കുന്നത് മൂത്താളെയാണ്. മൂത്താളെ വിളിച്ച് അവൾ ബ്രഷൊക്കെ ചെയ്തിരിക്കുകയാണ്. ചെറിയ ആൾക്ക് എണീക്കുമ്പോൾ തന്നെ പാല് വേണം, ബ്രഷൊന്നും ചെയ്യാതെ തന്നെ പാല് വേണം. പാല് കുടിച്ചിട്ടാണ് അവൾ ബ്രഷ് ചെയ്യുന്നതും ബാക്കി പരിപാടിയൊക്കെ. അവളൊന്ന് ഓണാവുന്നത് ആ പാല് കിട്ടുമ്പോഴാണ്. രണ്ടാൾക്കും രാവിലെ മസ്റ്റായിട്ട് പാല് വേണം, അത് നിർബന്ധമാണ്. മൂത്താൾ പിന്നെ ബ്രഷ് ചെയ്തിട്ടേ പാല് കുടിക്കുള്ളൂ. പിന്നെ സ്കൂളിലേക്ക് ഞാൻ കൊടുത്തു വിടുന്നത് ദോശപ്പൊടിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതാണ് ഞാൻ ഇന്ന് കൊടുത്തു വിടുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ സബ്ജക്റ്റിനും ഓരോ കളറാണ്. രണ്ട് സ്കൂളിലും അങ്ങനെ തന്നെയാണ്. മൂത്താൾ KVയിലാട്ടോ പഠിക്കുന്നത്, അവളുടെ അങ്ങനെ തന്നെയാണ്. ചെറിയ ആളെ എയർഫോഴ്സ് സ്കൂളിൽ അവിടെ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെയാണ് അവിടെ കൊടുക്കേണ്ട സാധനങ്ങൾ കേട്ടോ, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നെ സ്കൂളിൽ നിന്ന് ഡെയിലി ബുക്സും തന്നു വിടില്ല, ഫുഡും പിന്നെ ഒരു നിക്കർ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കൊടുത്തു വിടണം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ആവും. എല്ലാ വർക്കും അവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിക്കും. ഹോംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു തരുള്ളൂ. എല്ലാം കൂടെ നല്ല പൈസയായിട്ടുണ്ട്. പിന്നെ ഇതാണ് അവളുടെ ഗെറ്റ് റെഡി, യൂണിഫോം ഇടുന്നതൊക്കെ. അയ്യോ, ഒരു ഷോകായിരുന്നിട്ട് എന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനേ പാടില്ല. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല. മൂത്താളും റെഡിയാക്കണമായിരുന്നു, അതൊക്കെ കൊണ്ട് എനിക്ക് ടൈം കിട്ടിയതേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരിയെങ്കിൽ ഇങ്ങനെ തന്നെ പോട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നൈറ്റിയിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. ആൾക്ക് രാവിലെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഉറക്കവും വരുന്നുണ്ട്, ചെറുതായിട്ട് മൂക്ക് കടിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് കോമഡി ആയിരുന്നു. എനിക്കാണെങ്കിൽ ബെൽറ്റ് ശരിയാക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതൊക്കെ പിന്നെ അഡ്ജസ്റ്റ് ആക്കി ബെൽറ്റൊക്കെ ശരിയാക്കി. പിന്നെ അതിനിടയ്ക്ക് ചെറിയ മൂത്താൾ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. അവളുടെ ബെൽറ്റ് ശരിയാവുന്നില്ല, ഡ്രസ്സ് ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ടൈയൊക്കെ കെട്ടുന്നത് അറിയൊന്നുമില്ല, പിന്നെ അങ്ങ് കെട്ടി അങ്ങ് വിടുക. പിന്നെ അതാണ്ടോ മൂക്ക് കടിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ചു വിട്ടുന്നത്, ഷൂ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അവളെ അങ്ങനെ റെഡിയാക്കി വിട്ടപ്പോൾ മൂത്താള് അവൾക്കും ഒരു ഇത് എന്നെ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ എല്ലാം ചെയ്തോളൂ കേട്ടോ. ഷൂ പോളിഷ് ചെയ്യും, ഡ്രസ്സ് തന്നെ ഇട്ടോളും, മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുക്കണം എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അവൾ തന്നെ ചെയ്തോളും. ഷൂ വരെ അവൾ തന്നെ ഇട്ടോളും. ചെറിയാക്കാണ് പറ്റാത്തത്. പിന്നെ അതാ രണ്ടാളും റെഡി ആയിട്ടുണ്ട്. രണ്ടാളും വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട്. മൂത്താളുടെ സ്കൂൾ അടുത്ത് തന്നെയാണ്, അവൾ സൈക്കിളിലാണ് പോകുന്നത്. അവളെ പറഞ്ഞു വിട്ടു. റെഡി ആയിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം ചെറിയ ആളെ ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് വെച്ചു, കാറിൽ കൊണ്ടുവിടാമെന്ന് വെച്ചു. ഇവിടുന്ന് അത്രയേ ഉള്ളൂ കേട്ടോ, ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ സ്കൂളിലേക്ക്. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്, എയർഫോഴ്സിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് അടുത്താണ്. അപ്പോൾ അതാ നമ്മുടെ സ്കൂളിൻ്റെ വാതിക്കലെത്തി. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. സ്റ്റേജ് ഉണ്ട്. പിന്നെ നല്ല സ്കൂളാട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഓരോ കളർ യൂണിഫോം ഉണ്ട് കേട്ടോ. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഹൗസ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് യെല്ലോ, ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവൾ യെല്ലോ ആണ്, അപ്പോൾ യെല്ലോ ബെഞ്ചിലാണ് അവൾ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഓരോ സ്റ്റോറേജ് ഉണ്ട് വെക്കാൻ, അവരുടെ ബുക്ക് വെക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ കുട്ടികൾ ചെയ്താന്ന് തോന്നുന്നു. ഇതാണ് ആദ്യത്തെ ടീച്ചർ, ശ്രീദേവി മാം എന്നാണ് പേര്. നല്ല ടീച്ചറാണ്, കുട്ടികൾക്ക് ഭയങ്കര കെയറിങ് ആണ്. ഇനി എങ്ങനെയാണെന്നറിയില്ല. പിന്നെ ബാക്കി അവൾ ഹാപ്പിയാണ് ഇപ്പോൾ. ഇനി എഴുതിക്കാനൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് അരച്ച് പിഴിച്ചെടുക്കുമോയെന്നൊന്നും അറിയില്ല, പക്ഷേ ഇപ്പോൾ ഹാപ്പിയാണ് ആൾ. ഇതൊക്കെയാണ് സ്കൂളിൽ. ഇതാണ് പ്ലേ ഗ്രൗണ്ട്, നല്ല അടിപൊളി പ്ലേ ഗ്രൗണ്ടൊക്കെ. ഇതിനപ്പുറത്ത് തന്നെയാട്ടോ അവൾ മുന്നേ പഠിച്ച പ്ലേ സ്കൂളും. അപ്പം അവൾക്ക് ഇഷ്ടമാണ് ഇവിടെയൊക്കെ പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.